97, 98, 100 ഇനി ഇന്ന് വച്ചോണ്ടിരിക്കുമോ? പേടിച്ചു, ജസ്റ്റ് ഒരു സെക്കൻഡ് എൻ്റെ ഹാർട്ടൊന്ന് ഇടിച്ചു പോയി. കറണ്ട് പോയിന്ന് വിചാരിച്ച് സത്യം പറയാമല്ലോ. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകണം എങ്ങനെ നമുക്കൊരു മദർ ബോർഡ് അപ്ഡേറ്റ് ചെയ്യാം. യെസ് ഗൈസ്, മദർ ബോർഡ് അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ ബയോസ് അപ്ഡേറ്റ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഇരിക്കുന്ന മദർ ബോർഡ് എന്ന് പറഞ്ഞാൽ MSIയുടെ മദർ ബോർഡാണ്. ജസ്റ്റ് നിങ്ങളായിരിക്കണം ഏത് മദർ ബോർഡ് എന്ന് അറിയണം, അല്ലെങ്കിൽ കറക്റ്റ് മോഡൽ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ സ്റ്റാർട്ട് ബാറിൽ വരിക. ഇവിടെ വന്നതിന് ശേഷം സെർച്ച് ചെയ്യുക സിസ്റ്റം ഇൻഫർമേഷൻ. സിസ്റ്റം എന്ന് അടിക്കുമ്പോൾ തന്നെ വരും സിസ്റ്റം ഇൻഫർമേഷൻ. വിൻഡോസ് 10 ആണെങ്കിൽ ഇതേപോലെ സെർച്ച് ചെയ്താൽ മതി. എന്നിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ വരിക. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ബയോസ് വെർഷൻ കാണാം. ഓക്കെ, ബയോസ് വെർഷനും കാണാം. പിന്നെ ബേസ് ബോർഡ് പ്രോഡക്റ്റ്. ഓക്കെ, ഇതാണ് മെയിൻ കാര്യം. ഓക്കെ, ബേസ് ബോർഡ് പ്രോഡക്റ്റ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റെ B650M ഗെയിമിംഗ് വൈഫൈ എന്ന് പറഞ്ഞ ഒരു മദർ ബോർഡാണ്. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മദർ ബോർഡിലെ ബോക്സിലോ മദർ ബോർഡിലോ നോക്കാം. ഇതാണ് ഏറ്റവും കൺവീനിയൻറ്റ്. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്കി സ്റ്റെപ്പിലോട്ട് പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് മദർ ബോർഡ്. ഇവിടുത്തെ ഏത് അപ്ഡേറ്റ് ആണ് ഇപ്പം നമ്മൾ ബയോസ് വെർഷൻ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബയോസ് വെർഷൻ്റെ ഡാറ്റ കാണാം. എൻ്റെ ഇവിടെ 18 ഡിസംബർ 2024 എന്ന് വെച്ചാൽ നല്ല പഴയ ഒരു വെർഷനിലാണ് കിടക്കണം. ഞാൻ ഇതുവരെ ബയോസ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്തായാലും ഇത് 18 ഡിസംബറിൽ കിടക്കണം. ഞാൻ വാങ്ങിച്ചപ്പോഴേ ഇതാണ് കിടക്കണം. എനിക്ക് ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് മദർ ബോർഡ് കിട്ടിയത്. എന്ന് വെച്ചാൽ ഡിസംബർ 18 എനിക്കിവിടെ 9000 സീരീസ് ആൾറെഡി വാങ്ങിച്ചപ്പോഴേ സപ്പോർട്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വിട്ടിക്കാൻ പറ്റില്ല. കാരണം ഇത് 2024 അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. 18 ഡിസംബർ എന്ന് വെച്ചാൽ 2025 ആണെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ 2026, ഏകദേശം 1.5 വർഷമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്തേ പറ്റൂ. അപ്പം നിങ്ങൾ ഇതേപോലെ പഴയ വെർഷനാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്യണം. ഇനി അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമുണ്ടെന്ന് ചോദിച്ചാൽ യെസ്, ഡെഫിനറ്റ്ലി പ്രശ്നമുണ്ട്. നിങ്ങളെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരണ വിൻഡോസിൽ വരുന്ന അപ്ഡേറ്റ് എല്ലാം ഇപ്പം കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് വരെയാണ്. അപ്പോൾ അതിന് ഈ മദർ ബോർഡിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ചെറുതായിട്ടൊക്കെ ടെമ്പറേച്ചറും വോൾട്ടേജും കാര്യങ്ങളൊക്കെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതെല്ലാം ഒന്ന് സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ അപ്ഡേറ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് ബാക്കി സ്റ്റെപ്പ് പോകാം. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ കണ്ടതുപോലത്തെ മദർ ബോർഡിൻ്റെ മോഡൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എനിക്കിവിടെ വന്നത് MSI B650M ഗെയിമിംഗ് വൈഫൈ എന്ന് പറഞ്ഞ ഒരു മദർ ബോർഡായിരുന്നു. സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് കാണുന്ന ലിങ്ക് MSI ഒഫീഷ്യലാണ്. ഇനി നിങ്ങൾ ജിഗാബൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ജിഗാബൈറ്റ് അടിച്ച് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വന്നോളും അവർ ഒഫീഷ്യൽ സൈറ്റ്. അവിടെ വന്നതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ മദർ ബോർഡ് കാണാൻ പറ്റും ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ മദർ ബോർഡ്. ഇവിടെ വേറെ ഒരിടത്ത് പോകേണ്ട ആവശ്യമില്ല. വേണേ നിങ്ങൾക്ക് ഇതൊക്കെ വായിച്ച് നോക്കിയോ, കണ്ടു കാണില്ലല്ലോ ഒരിക്കലും. ഓക്കെ, അപ്പോൾ സപ്പോർട്ടിൽ പോവുക. ഇവിടെ ജിഗാബൈറ്റ് ആണെങ്കിൽ അവിടെ സപ്പോർട്ട് ഡ്രൈവർ കാണും. ഓക്കെ, അപ്പോൾ ബയോസ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിൽ വന്നതിന് ശേഷം ഇവിടെ ബയോസ് നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ എനിക്കിവിടെ 2026 5 മാസം 25 തീയതി എന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം 25 തീയതി വന്നൊരു അപ്ഡേറ്റ് ആണ്. ഓക്കെ, ഇതിലൊരു ബീറ്റ എന്ന ഒന്നും എഴുതിയിട്ടില്ല. താഴോട്ട് വരുമ്പോൾ പഴയ അപ്ഡേറ്റുകളാണ് ഇതൊക്കെ, പഴയ അപ്ഡേറ്റുകളാണിത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബീറ്റ വെർഷൻ എന്ന് കാണാം. ബീറ്റ വെർഷൻ ഒരിക്കലും ഡൗൺലോഡ് ആക്കല്ലേ, അത്രേ എനിക്ക് പറയുള്ളൂ. കാരണം ബീറ്റ വെർഷനിൽ ബഗ്ഗൊക്കെ കാണും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ബീറ്റ കയറ്റിയിട്ട് അടുത്ത് ലേറ്റസ്റ്റ് വരുമ്പോൾ അതങ്ങ് അപ്ഡേറ്റ് ചെയ്താൽ പോരെ. ചെയ്താൽ മതി, പക്ഷേ നിങ്ങൾക്ക് 2 വട്ടം അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. സമയം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് തന്നെ, ലേറ്റസ്റ്റ് ബീറ്റ അല്ലാത്ത വെർഷൻ, സ്റ്റേബിൾ വെർഷൻ തന്നെ ഡൗൺലോഡ് ആക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ലേറ്റസ്റ്റിൽ നല്ല ഫീച്ചേഴ്സ് വ്യത്യാസം കാണും. ഞാൻ ഇവിടെ ഏകദേശം എനിക്കിവിടെ 18-ാം തീയതി. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ഡിസംബർ ആയിരുന്നല്ല, 12 ഇവിടെ എവിടെയെങ്കിലും പറഞ്ഞൊരു അപ്ഡേറ്റ് ആയിരിക്കും എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, കമ്പനി അപ്ഡേറ്റ് ആയതുകൊണ്ട് ഇവിടെ കാണില്ല ചിലപ്പോൾ. ബീറ്റ അല്ല, ഇതിൻ്റെ സ്റ്റേബിൾ വെർഷനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. 2025. അപ്പോൾ ഇതിൻ്റെ സ്റ്റേബിൾ വെർഷനാണ് കിട്ടിയത്. അതിന് ശേഷം ഇത്രയും അപ്ഡേറ്റ് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും എനിക്ക് അപ്ഡേറ്റ് ചെയ്യണം, നിങ്ങളും അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഇതെങ്ങനെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു തരാം. നിങ്ങളതിലൊരു പെൻഡ്രൈവ് ആവശ്യമുണ്ട്. ഓക്കെ, ഒരു 4GB സ്റ്റോറേജ് കൂടിയ ഒരു പെൻഡ്രൈവ് ആവശ്യമുണ്ട്. മിനിമം 4GB. ഡൗൺലോഡിൽ പോവുക. ഈ ഒരു ഫയൽ ഡൗൺലോഡ് ആവുകയാണ്. ഓക്കെ, ഡൗൺലോഡ് ആയതിനു ശേഷം ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് എക്സ്ട്രാക്ട് ചെയ്യണം. എക്സ്ട്രാക്ട്. ഓക്കെ, എന്നിട്ട് ഇതിനെ ഒന്നെടുത്ത് നമുക്ക് വെളിയിൽ അല്ല ഇവിടെ തന്നെ കടന്നോട്ട്. ഇനി നമുക്ക് പെൻഡ്രൈവ് കൊടുക്കാം നമ്മളെ PC-യിലോട്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് പെൻഡ്രൈവ്. ഇത് 32GB പെൻഡ്രൈവ് ആണ്. ഇത് നമുക്ക് അവിടെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ പെൻഡ്രൈവ് കൊടുത്തതിന് ശേഷം
സ്പേസിൽ ആയിരിക്കും നിങ്ങളെ പെൻഡ്രൈവ് കാണിക്കുന്നത് കൊടുത്ത്. അപ്പം ഇതാണ് എൻ്റെ പെൻഡ്രൈവ്. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യണം, ഫോർമാറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫോർമാറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഡാറ്റാസ് എല്ലാം പോവും. ഇപ്പോൾ തൽക്കാലം എൻ്റെ ഒന്നുമില്ല, ഡാറ്റാസ് വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റി വയ്ക്കണം. ഓക്കെ, ഫോർമാറ്റ്. എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം FAT32 എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ കൊടുക്കണം, എന്നിട്ട് ഓക്കെ വിതുക്കുക. ഫോർമാറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പെൻഡ്രൈവിൻ്റെ അകത്തോട്ട് നമ്മൾ നേരത്തെ എക്സ്ട്രാക്ട് ചെയ്ത ഈ ഒരു ഫോൾഡർ, ഓക്കെ, എക്സ്ട്രാക്ട് ചെയ്ത ഫോൾഡറാണ് ഇതിൻ്റെ അകത്ത് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാനുള്ളത്. ഓക്കെ ആയിട്ടുണ്ട്, പെൻഡ്രൈവിൻ്റെ കളി ആയിട്ടുണ്ട്, വിൻഡോസിൻ്റെ കളി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിനെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്. അപ്പം പെൻഡ്രൈവ് ഇളക്കാൻ പാടില്ല, ഇതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തുള്ള ആവശ്യമില്ല. പെൻഡ്രൈവിൻ്റെ അകത്ത് ഫോൾഡർ കയറ്റിയിട്ടുണ്ട്. റീസ്റ്റാർട്ട്. ഓക്കെ, ഇവിടെ റീസ്റ്റാർട്ട് ആകുമ്പം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ബട്ടൺ വിതുക്കാണ്ട്. ഞാൻ ഇവിടെ ഡെല്ലാണ് വിതുക്കണത്, എൻ്റെ ഡെല്ലല്ല ഡിലീറ്റാണ് വിതുക്കണത്. ഡിലീറ്റ് വിതുക്കിക്കൊണ്ടിരുന്ന എനിക്ക് ബയോസ് ഓപ്പണാണ്. ഇവിടെ പഴയ വിതുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ലൈറ്റ് കത്തിയിട്ട് വിതുക്കിയാൽ മതി കീബോർഡിൽ. ഓക്കെ, ഡെല്ല് വിതുക്കണം. ഓക്കെ, ഡെല്ല് വിതുക്കിക്കൊണ്ടിരിക്കണം, എന്നാലേ ബയോസ് ഓപ്പൺ ആവും. ഓക്കെ, ബയോസ് ഓപ്പൺ ആയതിനു ശേഷം ഇനി നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ വെർഷൻ നോക്കണം ബയോസിൻ്റെ. ഓക്കെ, 2024 12 മാസം 18-ാം തീയതിയാണ് ബയോസ് ബിൽഡ് ഡേറ്റ്. ഓക്കെ, അപ്പം ബയോസ് വെർഷന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു വെർഷൻ നോക്കി വെച്ചു, കാരണം അപ്ഡേറ്റ് ആയതിനു ശേഷം ഇത് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയണം. ഓക്കെ, അപ്പോൾ ബയോസ് ഡേറ്റ് നോക്കിയതിന് ശേഷം ഇവിടെ M-Flash എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യണം, M-Flash. അതിനിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാണിക്കണം. ഇങ്ങനെ കാണിച്ചാലും ഇനിയിപ്പോൾ ഏത് മദർ ബോർഡായാലും M-Flash എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ പോവുക. ഓക്കെ, എന്നിട്ട് യെസ് കൊടുക്കുക. സിസ്റ്റമിൽ ആട്ടോ റിബൂട്ട് യെസ് കൊടുക്കുക. വെയിറ്റ് ചെയ്യുക 2 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ PC കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ആയിട്ടുണ്ട്. എന്നിട്ട് താനെ ഓണാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു പരിപാടി ചെയ്യണമുണ്ട് നിങ്ങളതിൽ എന്തായാലും ഒരു ബാക്കപ്പ് കാണണം, UPS വല്ലതും കാണണം. എൻ്റെ ഇവിടെ നല്ലൊരു UPS ആണ് ഇരിക്കുന്നത്, 600 VA ഒരു സാധനമാണ്. ഇതിപ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നത് കാണിച്ചാൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയിട്ടുണ്ട്. ഇവിടെ കാണാം സ്റ്റാൻഡ് ഡിസ്ക് ക്രൂസർ ബ്ലേഡ് 1 പോയിൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി എൻ്റർ കൊടുക്കാം. ഇതൊന്ന് ഒരിക്കൽ കൂടെ സെലക്ട് ചെയ്ത് ഈ ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം യെസ് കൊടുക്കുക. ഈ ഒരു ഫോൾഡർ നിങ്ങൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഈ ഒരു സ്ഥലം എത്തിയാൽ പിന്നെ ഒരിക്കലും കറണ്ട് പോകാൻ പാടില്ല. ഓക്കെ ഗൈസ്, ഇന്ന് ചെറുതായിട്ട് മഴ കുറവുണ്ട്. മഴ ഊഹിക്കുന്നുണ്ടെങ്കിൽ കളി തീരും, അത്രേ പറയുള്ളൂ. ഈ ഒരു സമയം ഓഫ് ആവുന്നുണ്ടെങ്കിൽ 13,000 രൂപയുടെ മദർ ബോർഡ് വെള്ളത്തിലാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഒരിക്കലും ഇത് ഇളക്കാൻ പാടില്ല. ഓക്കെ, ഇവിടെ എഴുതിക്കുന്ന പോലെ നിങ്ങൾ നോക്കണം. സിസ്റ്റം ഓഫ് ചെയ്യാനും പാടില്ല, പെൻഡ്രൈവ് ഇളക്കാനും പാടില്ല. ഞാൻ നേരത്തെ കാണിച്ചെന്ന് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം, UPS കാണിച്ചു തരാം. ഓക്കെ, UPS ഇവിടെ തന്നെ ഉണ്ട്. ഒന്നിനും കൊള്ളൂല്ല സാധനം. കറണ്ട് പോയാൽ 2 സെക്കൻഡ് ഇരിക്കും. അതും ഗെയിമിങ്ങോ വല്ലതും കളിച്ചുകൊണ്ടിരിക്കുക ലൈവ് സ്ട്രീം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴങ്ങ് ഓഫ് ആവും. അല്ലാതെ നോർമൽ സമയമാണെന്നുണ്ടെങ്കിൽ ഒരു 3 മിനിറ്റ് 2 മിനിറ്റ് മാക്സിമം 2 മിനിറ്റ് തന്നെ നിൽക്കും. സിസ്റ്റം അത്രയ്ക്ക് ചൂടൊന്നാവില്ല. അപ്പോൾ CPU അത്രയ്ക്ക് വലുതായിട്ട് യൂസ് ചെയ്യണില്ല. CPU ഇല്ലാതെയും നിങ്ങൾക്ക് ഇതിനെ ബയോസ് ഫ്ലാഷ് ചെയ്യാൻ പറ്റും. ബാക്കിലത്തെ ഒരു ബയോസ് ബട്ടണുണ്ട്, അത് CPU ഇല്ലാതെ ചെയ്യാൻ പറ്റും. അതാണ് കുറച്ചുകൂടി നല്ലത്. പക്ഷേ ഇനിയിപ്പോൾ ഇതെല്ലാം ഇളക്കാൻ നിന്ന പണിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണേ. അതാണെന്നുണ്ടെങ്കിൽ വലുതായിട്ട് ഇതെടുക്കില്ല, കറണ്ട് വലിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ UPSലൊക്കെ ഒരു 10 മിനിറ്റൊക്കെ പിടിച്ചിരിക്കും. കറണ്ട് പോണവർക്കാണ് ഞാൻ പറയണത്. ഓക്കെ, ഇത് നമുക്ക് തുറക്കാനൊക്കെ പറ്റുമല്ലോ. തുറന്ന് നോക്കാം എന്തിനാണ് പരിപാടി.
പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലല്ലോ അത്. രണ്ടായിരത്തി 2026 5-ാം മാസം 12-ാം തീയതിയുള്ള അപ്ഡേറ്റാണ്. 5-ാം മാസം 12 അതിൽ കാണിച്ചത് 5-ാം മാസം 25-ാം തീയതി. എന്തായാലും ലേറ്റസ്റ്റ് തന്നെ ഡൗൺലോഡ് ആക്കിയത്. ഇപ്പം ഇതിലാണ് മാറിയിട്ടുള്ളത്. ഇതിലാണ് എന്തിനു കാണിക്കണം 50% ആയിട്ടുണ്ട്. കറണ്ട് പോവല്ലേ എന്നൊരു വിളി മാത്രമേ ഉള്ളൂ എനിക്ക്. എന്തായാലും തംബ്നെയിലിന് പറ്റിയൊരു ഷോട്ട് എടുക്കണം, ഇല്ലെങ്കിൽ വ്യൂസ് കിട്ടില്ല. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി നിങ്ങളെ വിൻഡോസ് സ്റ്റേബിളാവും, നിങ്ങൾക്ക് നല്ല പ്രൊസസ്സർ ഇടാൻ പറ്റും. ഇപ്പം 9000 സീരീസിൻ്റെ Ryzen 5 9600X ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യണത്. അപ്പം Ryzen 9ൻ്റെ 9000 സീരീസ് വരെ നമുക്കിതിലിടാം. സീനില്ല, ഈ മദർ ബോർഡ് സപ്പോർട്ടഡ് ആണ്. AM5 സോക്കറ്റ്. X3D പ്രൊസസ്സർ ഒന്നും ഇടല്ലേ, ഒരു X സീരീസ് പ്രൊസസ്സർ ഇടാം. 3D പ്രൊസസ്സർ ഇടണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചുകൂടി TDP കൂടുതലായതുകൊണ്ട് കുറച്ചുകൂടി നല്ല മദർ ബോർഡിലോട്ട് പോകേണ്ടി വരും. ഇതിലെന്തായാലും Ryzen 9000 സീരീസ് വരെ ഇടാം. സീനൊന്നുമില്ല, നല്ലോണം വർക്കാവും. %. തൊണ്ണൂറ്റൊന്ന് 92 3 യെസ് 6 95 97 98 100 ആവില്ല ഇട. ഇനിയൊന്ന് വച്ചോണ്ടിരിക്കുമോ? പേടിച്ചു, ജസ്റ്റ് ഒരു സെക്കൻഡ് എൻ്റെ ഹാർട്ടൊന്ന് ഇടിച്ചു പോയി. കറണ്ട് പോയെന്ന് വിചാരിച്ച് സത്യം പറയാമല്ലോ എൻ്റെ പൊന്നിടെ. ഓക്കെ, ഇനി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. ഇനി ചിലപ്പോൾ അകത്ത് ചെറുതായിട്ട് വല്ല പരിപാടി കാണും, എനിക്ക് അറിഞ്ഞൂടാ. ഫസ്റ്റ് ടൈമാണ് ഞാനും ചെയ്യണത്. ഇനി അങ്ങ് ഓണാവും, വേറെ സീനില്ല എന്നും പറഞ്ഞ് ഇപ്പോഴും നിങ്ങൾ പെൻഡ്രൈവ് ഇളക്കാൻ നിൽക്കല്ലേ. ഓക്കെ, പെൻഡ്രൈവ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ മദർ ബോർഡിൽ വല്ല ലൈറ്റ് കത്തണമെന്ന് കൂടി നോക്കണേ നിങ്ങൾ. ഡീബഗ് ലൈറ്റ് ഒക്കെ കത്തും ചിലപ്പോൾ. CPU ലൈറ്റ്, റാം ലൈറ്റ്, DRAM ലൈറ്റ്, എല്ലാ ലൈറ്റും കത്തും ഇതിൽ. ബസർ വയ്ക്കണം നല്ലതായിരിക്കും നിങ്ങളെ ബേസിക്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. വാട്ട് ഗൈസ്, ഇത് എന്തിരുന്ന് ഞാൻ നോക്കിയിട്ട് വരാമേ, ഒരു മിനിറ്റ് ഗൈസ്. ഇത് ചെറിയൊരു വെരിഫിക്കേഷൻ മാത്രമാണ്. എനിക്ക് തോന്നുന്നു മദർ ബോർഡ് ബയോസ് അപ്ഡേറ്റ് ആയതുകൊണ്ട് ചെറിയൊരു ഫീച്ചർ മാത്രമാണ്. ഷുഡ് യു റീസെറ്റ് ഫോർഗട്ട് ഓർ ഷുഡ് യു ക്യാൻസൽ കൊടുക്കുക, കാരണം എനിക്കതിൻ്റെ പിന്നെ അറിയാം, നിങ്ങളാണ് മനപ്പുറം തരാത്തത് എൻ്റെ പിന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ ബയോസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് വിൻഡോസിൻ്റെ സ്ക്രീനിൽ കൊണ്ടുപോകാം, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിവിടെ മദർ ബോർഡ് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ വ്യത്യാസം വന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ സിസ്റ്റം ഇൻഫർമേഷൻ തന്നെയാണ്. സിസ്റ്റം ഇൻഫർമേഷനിൽ പോയിട്ട് വല്ല മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അതെവിടെയാണ് ഇതിനകത്ത് നമ്മൾ നോക്കിയിട്ട് മോഡ്. ഓക്കെ 2026 മെയ് 12. ഓക്കെ, വന്നിട്ടുണ്ട്, അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ വർഷം വരെ മാറിയിട്ടുണ്ട്. മാസം മാറുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ വർഷവും മാറിയിട്ടുണ്ട്. 2024 തൊട്ട് 2026, അപ്പം 1.5 വർഷം. കാരണം ഡിസംബർ ആയിരുന്നു 2024 കടന്നു. അപ്പോൾ ഫൈനലി അപ്ഡേറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മദർ ബോർഡ്. ഇനി കുറച്ചുകൂടി നിങ്ങൾക്ക് പെർഫോമൻസും കുറച്ചുകൂടി സ്റ്റേബിളായിട്ട് FPS കാര്യങ്ങളൊക്കെ കിട്ടും. അത് മാത്രമല്ല ടെമ്പറേച്ചർ നല്ലോണം മെയിൻറ്റെയിൻ ആയിട്ട് നിൽക്കും നേരത്തെ കാട്ടി. കാരണം ഏറ്റവും സ്റ്റേബിൾ വെർഷൻ ഡൗൺലോഡ് ആക്കിയതുകൊണ്ട് കാര്യങ്ങൾ
നമുക്ക് റാമിൻ്റെ സ്പീഡിന് വലിയ വ്യത്യാസം വന്നാൽ നോക്കാം. കാരണം അല്ലെങ്കിൽ അത് ഒന്നിനും സെറ്റ് ആക്കണം. വിർച്വലൈസേഷൻ എനേബിൾഡ് ആണ്, ഒരു സീനില്ല. റാം ഇവിടെ 4800 MHz ആണ്. അപ്പം നമുക്ക് ഇതിനൊന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇതിൽ റാമിൻ്റെ സ്പീഡ് കൂട്ടേണ്ടി വരും. ഓക്കെ, അപ്പം AMD എക്സംബോ ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് സെറ്റാക്കാൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ ബയോസിലോട്ട് വരേണ്ടി വരും. ഓക്കെ, ഒരിക്കൽ കൂടെ ഞാൻ ഇവിടെ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. കാരണം നമുക്ക് ഒരിക്കൽ കൂടെ ബയോസിലോട്ട് പോകണം. അവിടെ പോയിട്ട് റാമിൻ്റെ സ്പീഡ് കൂട്ടണം, ഓവർക്ലോക്ക് ചെയ്യണം റാം. ഓക്കെ, അപ്പോൾ ഡിലീറ്റ് ആണ് നമ്മളെ ബട്ടൺ MSI കാർക്ക്. ഓക്കെ, പെൻഡ്രൈവ് ഇനി അടക്കം ബയോസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം 2026 5 മാസം 12 തീയതിയുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. ബീറ്റ ഒരിക്കലും ചെയ്യില്ല. ഓക്കെ, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇനി ഓവർ ക്ലോക്കിന് AMD എക്സ്പോ ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോണേ, റാം പ്രൊഫൈല്. ഓക്കെ, അപ്പോൾ സെറ്റിങ്സ് വേറെ ഇനി നമുക്ക് ബസർ ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ മദർ ബോർഡിൽ. അതുകൂടി എങ്ങനെ എനേബിൾ ചെയ്യണമെന്നുള്ളതിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം സെറ്റിങ്സിൽ വരിക. ഇവിടെ സെറ്റിങ്സിൽ വന്നതിന് ശേഷം ബൂത്തിൽ വരിക. എന്നിട്ട് പോസ്റ്റ് ബീപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് എനേബിൾ ചെയ്യുക. ഓക്കെ, ഇത്ര തന്നെ കാര്യം. അപ്പം നിങ്ങളെ ബസർ കൂടി വർക്കാവും. ബസർ ഇവിടെ ആൾറെഡി ഉണ്ട് എൻ്റെ കയ്യിൽ. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്നാണ് വിശ്വസിക്കുന്നത്. കാണാൻ പറ്റും. ഒന്നുമില്ല, ഈ പിക്സലല്ലേ ഇരിക്കുന്നത് കയ്യിൽ. ക്യാമറ എന്ന് വിചാരിച്ച് വാങ്ങിച്ച ഫോൺ അത്യാവശ്യം കുഴപ്പമില്ല. വീഡിയോ ക്വാളിറ്റി ഐഫോണിനെ പൊട്ടിക്കുക അത്രയൊന്നുമില്ല, അത്രേ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. ഐഫോണിനെ ഒന്നും പൊട്ടിക്കില്ല. ഓക്കെ, അപ്പം റാം ഓവർക്ലോക്ക് ഓക്കെ ഇതെല്ലാം ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ വേറെ സെറ്റിങ്സ് ഒന്നും ചെയ്യാറില്ല. ഓവർക്ലോക്ക് ഗെയിം ബൂസ്റ്റ് ഒന്നും ഓണാക്കാനൊന്നും പോകണില്ല, ഓണാക്കിയിട്ടും ഇല്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, വേണമെന്നുള്ളവർക്ക് അത് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു ഇൻറ്റൂര് പിതുക്കിയിട്ട് പിതുക്കിയാൽ മതി, അത് താനേ സേവ് ആയിക്കോളും. ഈ ഒരു നിങ്ങളൊരു ഡോഗിൻ്റെ ഇലക്ട്രിക് കൂളർ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ്, നിങ്ങൾ ഈ ഒരു തീം എന്തായാലും ഡൗൺലോഡ് ആക്കണം. ഈ തീമിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും ഉള്ളത് പറഞ്ഞ് കാണിച്ചു തരാം. CPU യൂസേജ്, CPU പവർ, GPU VRAM, GPU പവർ, റാം, അപ്ലോഡ് സ്പീഡ്, ഡൗൺലോഡ് സ്പീഡ്, ഫാൻ 1 2 3 സ്പീഡ്, CPU ഫാൻ്റെ സ്പീഡ്, ഡിസ്ക് എത്ര യൂസ് ചെയ്യണം, എത്ര ടെമ്പറേച്ചർ, CPU എല്ലാം കാണാൻ പറ്റും. ഓക്കെ, ഇത് കസ്റ്റം ബിൽഡാണ്. ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി, ഞാൻ അതിൻ്റെ ഫയൽ തരാം. സെറ്റ് സാധനമാണ്. പിന്നെ ഇതും അതേപോലെ വേറൊരു പിടിച്ച സാധനമാണ്. പക്ഷേ ഇത് വാങ്ങിച്ചതിന് ശേഷമാണ് ഈ ഇലക്ട്രിക് കൂളർ വാങ്ങിച്ചത്. ഇലക്ട്രിക് കൂളർ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ സാധനം വാങ്ങൂലായിരുന്നു, താഴെ ഇരിക്കണം. എന്നാലും ഇരിക്കട്ടല്ലേ. ഓ, ഇത് പോയില്ലേ ഇടേ കൈസ്. അപ്പോൾ വീഡിയോ ഇത്രയാണ്, എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇത് പോണില്ല, മാറ്റിയെടുക്കണം ഇനി ഇതിന്.